ഹായ് ഫ്രണ്ട്സ്, ടെക്സാഗ സിറ്റിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പലരുടെയും കമൻസിൽ ആവശ്യമനുസരിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു 50 ക്വസ്റ്റ്യനുകളാണ് കാണും. ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീണ്ടും ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ സ്കാൻ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. സ്കാൻഡ് ഫയലിൽ നിന്നും PPT കൺവേർട്ടർ ചെയ്യുമ്പോൾ കൂടുതൽ പണിയായതുകൊണ്ട് എനിക്ക് നല്ല മടിയുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ സ്കാൻഡ് ഞാൻ ടെക്സ്റ്റിലുണ്ടായിരുന്നത് സ്കാൻ ചെയ്താണ് ഇട്ടേക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ടൈം സ്റ്റഡി. നമ്മൾ ടൈം സ്റ്റഡി പല ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച ഫാദർ ഓഫ് മാനേജ്മെന്റ്, മദർ ഓഫ് മാനേജ്മെന്റ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫാദർ ഓഫ് ടൈം സ്റ്റഡി ആയിരുന്നാണ് ചോദിച്ചത്. ഫാദർ ഓഫ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്, ടൈം സ്റ്റഡി ഒരു സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്കാണ്. അതിൻ്റെ ഫാദർ എന്ന് പറയുന്നത് FW ടൈലർ ആണ്. അപ്പോൾ ടൈം സ്റ്റഡിയുടെ ഫാദർ എന്ന് പറയുന്നത് FW ടൈലർ. ബി ആൻസർ ആണ്, FW ടൈലർ. Okay, second question. The first attempt to establish elementary time standard was made by. Elementary time standard ഞാൻ പറഞ്ഞല്ലോ, വർക്കേഴ്സിന് വേണ്ടി ഒരു ടൈം സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് ഫിക്സ് ചെയ്യുന്ന അത് ഫസ്റ്റ് ചെയ്തത് ആരാണെന്നാണ്. ആൻസർ ഈസ് AB സെഗ്യൂർ എന്ന് പറയുന്ന മാനേജ്മെന്റ് വിദഗ്ധനായ AB സെഗ്യൂർ ആണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ടു എസ്റ്റാബ്ലിഷ് എലിമെന്ററി ടൈം സ്റ്റാൻഡേർഡ്. ഓക്കെ, നൗ ദ റിയൽ ഫൗണ്ടർ ഓഫ് മോഷൻ സ്റ്റഡി വാസ്. മോഷൻ സ്റ്റഡിയുടെ റിയൽ എന്താണ് ഫൗണ്ടർ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ടൈം സ്റ്റഡിയുടെ ഫാദർ എന്ന് പറയുന്നത് ടൈലർ ആണെങ്കിൽ നമുക്ക് മോഷൻ സ്റ്റഡി കറക്റ്റായിട്ട് അതിനെ ഒരു എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെക്നിക്സ് പോസ്റ്റലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഗിൽബ്രത്ത് ആണ്. GILBRE ആണ്, ഗിൽബ്രത്ത് ആണ്. ഗിൽബ്രത്ത് ഞാൻ പറഞ്ഞ തെർബ്ലിങ്സ് കണ്ടുപിടിച്ച ഗിൽബ്രത്ത് കപ്പിൾസ് അല്ലെങ്കിൽ ഫ്രാങ്ക് ഗിൽബ്രത്ത് ആൻഡ് ലിലിയൻ ഗിൽബ്രത്ത് ആണ് FB ഗിൽബ്രത്ത്. നെക്സ്റ്റ്, സിമോ ചാർട്ട്സ് എന്താണ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതിൻ്റെ എക്സാമ്പിൾ കണ്ടതാണ്. സിമോ ചാർട്ട്സ് ആർ യൂസ്ഡ് ഇൻ മൈക്രോ മോഷൻ സ്റ്റഡി. നെക്സ്റ്റ്, മൈക്രോ മോഷൻ സ്റ്റഡി ഈസ് ദി എന്താണ് സിമോ ചാർട്ട്സ് നമ്മൾ എന്താ ചെയ്യുന്നത്, തെർബ്ലിങ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ കണ്ടതാണ്. സോ ഇറ്റ്സ് എ സബ്ഡിവിഷൻ ഓഫ് എൻ ഓപ്പറേഷൻ ഇൻ ടു തെർബ്ലിങ്സ് ആൻഡ് ദെയർ അനാലിസിസ്. അതുവഴിയുള്ള നമ്മൾ സ്റ്റഡിയാണ് മൈക്രോ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, വർക്ക് സ്റ്റഡി ഈസ് മോസ്റ്റ് യൂസ്ഫുൾ വേർ. എവിടെയാണ് കൂടുതൽ യൂസ്? വേർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ ടു ബി ഇംപ്രൂവ്, ടു പ്രൂവ് എ വർക്കർ ഈസ് റോങ്, ടു ഇംപ്രൂവ് ഇമേജ് ഓഫ് എ. ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ചോയ്സ് കണ്ടാലറിയാം, ഒരിക്കലും അതല്ല, നമുക്ക് കണ്ടാലറിയാം. ഫസ്റ്റ് ചോയ്സ് ആണ് പ്രൊഡക്ടിവിറ്റി ആക്ടിവിറ്റീസ് ആർ ഇൻവോൾവ്. ആ പ്രൊഡക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് കൂടുതൽ മെച്ചമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റഡി യൂസ് ചെയ്യുന്നത്. Now the seventh question is, work study man should give work study man should give order to worker directly, should give order through foreman, should not give order to worker, something else. വർക്ക് സ്റ്റഡിയിൽ എങ്ങനെയാണ്, വർക്കറിന് ഡയറക്റ്റ് അല്ല, നമ്മൾ ഫോർമാൻ വഴിയാണ് ഷുഡ് ഗീവ് ഓർഡർ ത്രൂ ഫോർമാൻ വഴി വർക്കേഴ്സിലേക്ക് എന്താണ് എത്തിക്കുക എന്നുള്ളത്. ഡയറക്റ്റ് നമ്മൾ ഓരോ വർക്കേഴ്സിന് കൊടുക്കാതെ ആ ഒരു ഹയറാർക്കി തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വർക്ക് സ്റ്റഡിയിൽ എന്തായിരിക്കണം, ഫോർമാൻ വഴിയായിരിക്കണം ഓർഡറുകൾ പാസ് ചെയ്യേണ്ടത്. The outline procedure for the method study investigation comprises which of the following steps? നമ്മൾ പറഞ്ഞതാണ് SREDIM എന്ന് പറഞ്ഞ നമ്മളൊരു ഷോർട്ട് ഫോം ഒക്കെ വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. മെത്തേഡ് സ്റ്റഡിയിലെ ആ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചതാണ്. സെലക്ട്, റെക്കോർഡ്, എക്സാമിൻ, ഡെവലപ്പ്, ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. നമ്മൾ എന്താണോ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുന്നു, നമ്മൾ അതിൻ്റെ എന്താണ് മോഷൻസ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വർക്ക് റെക്കോർഡ് ചെയ്യുന്നു, ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നു, ആ ഡാറ്റാസ് എക്സാമിൻ ചെയ്യുന്നു. ദെൻ വി വിൽ ഡെവലപ്പ് എ ന്യൂ മെത്തേഡ്, അതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു,
വർക്കിംഗ് പേഴ്സൺസ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നു, പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് സെലക്ട്, റെക്കോർഡ്, എക്സാമിൻ, ഡെവലപ്പ്, ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ, SREDIM. Next 9th question. In a process chart, a circle within a square symbol denotes. കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ചാർട്ടിലുള്ള സിമ്പിളാണ് കമ്പൈൻഡ്. നമുക്കറിയാം സർക്കിൾ മാത്രമാണെങ്കിൽ അത് ഓപ്പറേഷനാണ്, സ്ക്വയർ സിമ്പിൾ ആണെങ്കിൽ അത് ഇൻസ്പെക്ഷനാണ്, സ്ക്വയറോ അല്ലെങ്കിൽ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇൻസ്പെക്ഷനാണ്. അപ്പോൾ ഒരു സർക്കിൾ വിത്തിൻ എ സ്ക്വയറിന്റെ അകത്ത് സർക്കിൾ വരെയാണെങ്കിൽ അത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇൻസ്പെക്ഷൻ കമ്പൈൻഡ് വിത്ത് എ സബ്സിഡറി ഓപ്പറേഷൻ അല്ലെ. രണ്ടാമത്തെ ചോയ്സ് ഒരിക്കലല്ല, ഓപ്പറേഷൻ കമ്പൈൻഡ് വിത്ത് സബ്സിഡറി ഓപ്പറേഷൻ. രണ്ട് ഓപ്പറേഷൻ അല്ല, ഓ എങ്കിൽ രണ്ട് ഓ എന്നുള്ള സംഭവം വരണം. സ്റ്റോറേജ് കമ്പൈൻഡ് വിത്ത് സബ്സിഡറി, സ്റ്റോറേജിന്റെ സിമ്പിൾ നമുക്കറിയാം, ട്രയാങ്കിൾ, അതല്ല. അപ്പൊ ആദ്യത്തെയാണ് ഇൻസ്പെക്ഷൻ കമ്പൈൻഡ് വിത്ത് സബ്സിഡറി ഓപ്പറേഷൻ. നെക്സ്റ്റ്, ജോബ് എൻറിച്ച്മെന്റ് ഇൻക്ലൂഡ്സ് greater responsibility, greater authority, more accurate and more immediate feedback, all of this. Of course, all of this. Job enrichment എന്ന് പറയുന്നത്, എൻറിച്ച്മെന്റ് ഇൻക്ലൂഡ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ജോബ് എൻറിച്ച്മെന്റ്? നമ്മൾ റെസ്പോൺസിബിലിറ്റി കൂടുന്നു, അതോറിറ്റി കൂടുന്നു, കൂടുതൽ മോർ അക്യുറേറ്റും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ജോബ് എൻറിച്ച്മെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ. സ്ട്രിംഗ് ഡയഗ്രാം ഈസ് യൂസ്ഡ് വെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഈസ് ടു ബി ഡൺ, ideal time is to be reduced, both A and B, none of this. String diagram എന്ന് പറയുന്നത് ആക്ച്വലി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മാത്രമുള്ളപ്പോൾ അല്ലെങ്കിൽ ഐഡിയൽ ടൈം റെഡ്യൂസ് ചെയ്യാനോ അത് മാത്രമാണല്ല. നമുക്കത് നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നൺ ഓഫ് ദീസ് എന്നുള്ളത് നമ്മൾ സ്ട്രിംഗ് ഡയഗ്രാം എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. സ്ട്രിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, മനുഷ്യൻ, അതായത് ആ വർക്കർ പോകുന്നത്, നമുക്ക് വർക്കറിന്റെ വർക്ക് എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നുള്ളതും ഉണ്ട്. അദ്ദേഹത്തിന്റെ വർക്കറിന്റെ മൂവ്മെന്റ് ഉണ്ട്, അതോടൊപ്പം മെറ്റീരിയലിന്റെ മൂവ്മെന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പാത്ത് അല്ലെങ്കിൽ വർക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, റെഡ്യൂസ്ഡ് ടൈം എങ്ങനെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ടൈമിനെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലേഔട്ടിനെ എങ്ങനെ നമുക്ക് കറക്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും, അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റേഷനെ നമുക്ക് അടുത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിനെ സഹായിക്കും. അപ്പൊ ഇതെല്ലാം സ്ട്രിംഗ് ഡയഗ്രാമിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ബോത്ത് എ ആൻഡ് ബി എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നൺ ഓഫ് ദീസ് ആണ് മോസ്റ്റ് ഫേവറബിൾ ആയിട്ട് വരുന്നത്. ഗൺ ചാർട്ട്സ് ആർ യൂസ്ഡ് ഫോർ. ഗൺ ചാർട്ട് എന്ന് പറയുന്നത്, ഗൺ ചാർട്ട് നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടാണ്, ഗൺ ചാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഗൺ ചാർട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഇറ്റ്സ് ലൈക്ക് XY ഗ്രാഫിക്കൽ രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതായത് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെയാണ് നമ്മളുടെ ഒരു വർക്ക് ഉണ്ടെന്ന് വെച്ചാൽ, സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസം എൻഡ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പം ഇതിനെ നമുക്ക് ഓരോ ടൈം ഫ്രെയിം ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം 10ാം തീയതി മുതൽ 20ാം തീയതി വരെ അല്ലെങ്കിൽ 30ാം തീയതി വരെയുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ 10 മുതൽ 15ാം തീയതി വരെ എന്ത് ജോലിയാണ്, അപ്പൊ അതിനെ നമ്മൾ ഒരു ഒറ്റ ബാറിൽ കാണിക്കും. ഇപ്പൊ ഫൗണ്ടേഷൻ ഉണ്ടാകും, ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഫൗണ്ടേഷൻ 10 മുതൽ 15 വരെ ഫൗണ്ടേഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ സമയം കൊണ്ട് തന്നെ ഫൗണ്ടേഷന്റെ പകുതി നടക്കുന്ന ദിവസം തന്നെ, അതായത് 12ാം തീയതി 13ാം തീയതി തന്നെ ചുറ്റുമതിൽ തുടങ്ങുകയാണെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെ ഓരോ ഓപ്പറേഷനും നമുക്ക് ചാർട്ടിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ അതുമായി ആ ഒരു ഒരു കൺസ്ട്രക്ഷൻ ആ ഒരു വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്ക് കണ്ടാലും മനസ്സിലാവും ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ ഏത് ജോലി എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും. അപ്പൊ എന്ന് അവസാനിക്കണമെന്ന് അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും, അതിനുള്ളിൽ തീർക്കണം, അല്ലെങ്കിൽ മുമ്പത്തെ എന്ന് തീർന്നു എന്നറിയാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമുക്ക് നമുക്ക് ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും. ഗൺ ചാർട്ട് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗൺ ചാർട്ട് കാണാൻ പറ്റും, ഓരോ ഓപ്പറേഷനുള്ള ഗൺ ചാർട്ട്. ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. ഷെഡ്യൂൾ ചെയ്യുമല്ലോ നമ്മൾ, ഇന്ന ദിവസം വരെ എന്താണ് ചെയ്യേണ്ടത്, അതിനെ നമുക്ക് ഗ്രാഫിക്കലി ടൈമിന്റെയും അതുപോലെ തന്നെ ഇതിന്റെ നമ്പർ ഓഫ് വർക്കേഴ്സോ അങ്ങനെ, അല്ലെങ്കിൽ എന്താണ് വർക്ക് എന്നുള്ള അനുസരിച്ച് ഓപ്പറേഷൻസിനനുസരിച്ച് നമുക്ക് XYയിൽ പ്ലോട്ട് ചെയ്യുന്ന ഒരു ബാർ ഗ്രാഫിനെയാണ്, ഒരു ഹൊറിസോണ്ടൽ ബാർ ഗ്രാഫിനെയാണ് നമ്മൾ ഗൺ ചാർട്ട് എന്ന് പറയുന്നത്. സോ ഗൺ ചാർട്ട്സ് ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ. നെക്സ്റ്റ്,
A chart used to review the overall sequence of operation by focusing either the movement of operators or materials is called. പറയാം നമ്മൾ സിമോ ചാർട്ട് മൈക്രോ മോഷൻ സ്റ്റഡി അല്ല നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ഗൺ ചാർട്ട് അല്ല, നെവ ചാർട്ടും അല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ചാർട്ട് യൂസ്ഡ് ടു റിവ്യൂ ദി ഓവറോൾ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ആ ഒരു ഫ്ലോ അതിലും ഉണ്ടായിരിക്കണം. ഫോക്കസിങ് ഏതർ ദ മൂവ്മെന്റ് ഓഫ് ഓപ്പറേറ്റർ, അല്ലെങ്കിൽ നമ്മൾ ഫ്ലോ ചാർട്ട്, മാൻ മെഷീൻ ഫ്ലോ ചാർട്ട് എന്നോ അല്ലെങ്കിൽ മാൻ ഫ്ലോ ചാർട്ട് എന്നോ അങ്ങനെ പറയുന്ന ഫ്ലോ ചാർട്ട്. അപ്പം അവിടെ ഓവറോൾ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ചെയ്യുക. ഫ്ലോ പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ ഓപ്പറേഷൻ കാണിക്കുന്ന ചാർട്ട്, അതാണ് നമ്മുടെ ഫ്ലോ പ്രോസസ് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗൺ ചാർട്ട് ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട്, നമ്മൾ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ, അതിന് റിപ്പീറ്റഡ് ആണ്, പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ആണ്. Which of the following chart gives simultaneous information about the progress of work and machine loading? അതും സെയിം ഗൺ ചാർട്ട് ആണ് അതിൻ്റെ ആൻസർ. അതായത് നമുക്ക് അതൊരു മെഷീനിലാണ് യൂസ്, അല്ലെങ്കിൽ നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ യൂസ് ചെയ്യണമെങ്കിൽ സൈമൾട്ടേനിയസ് ഇൻഫർമേഷൻ അബൌട്ട് പ്രോഗ്രസ് ഓഫ് വർക്ക് ആൻഡ് മെഷീൻ ലോഡിങ് ആ കറക്റ്റായിട്ട് നമുക്ക് എന്ത് അറിയാൻ പറ്റും. നമുക്ക് ആ പ്രൊഡക്ഷൻ എങ്ങനെയാണ് പോകുന്നതെന്നുള്ള പ്രോഗ്രസ് അറിയാൻ പറ്റും. ഫ്യൂച്ചറിൽ എന്നാണ് തീരുന്നതെന്നുള്ള ഡേറ്റ് അറിയാൻ പറ്റും, അല്ലെങ്കിൽ പാസ്റ്റിൽ എന്നാണ് തീർന്നതെന്നുള്ള ഇതെല്ലാം കാണിക്കുന്ന ഒരു ചാർട്ടാണ് ഗൺ ചാർട്ട്. നെക്സ്റ്റ്, സെലക്ട് ദി റോങ് statement from the following statement. Stopwatch is the basic tool in work study. Bar charts are suitable for minor work. Material handling in automobile industry is done by overhead cranes. ശരിയാണ്, ആദ്യത്തെ മൂന്നും ശരിയാണ്. ഇൻ ടൈം സ്റ്റഡി നോർമൽ ടൈം ഈസ് മോർ ദാൻ ദി സ്റ്റാൻഡേർഡ് ടൈം, അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഇൻ ടൈം സ്റ്റഡിയിൽ നോർമൽ ടൈം ഈസ് മോർ ദാൻ ദി സ്റ്റാൻഡേർഡ് ടൈം. നോർമൽ ടൈം ഒരിക്കലും നോർമൽ അല്ല, മീൻസ് മോർ ദാൻ സ്റ്റാൻഡേർഡ് ടൈം അല്ല. ഓക്കെ, നെക്സ്റ്റ്, ടൈം സ്റ്റഡി ഈസ് ഡൺ ബൈ മീൻസ് ഓഫ് സ്റ്റോപ്പ് വാച്ച്. ടൈം സ്റ്റഡി ഷീറ്റ് പ്ലാനിങ് ചാർട്ട് അല്ല, പ്ലാനിങ് ചാർട്ടാണ്. ബോത്ത് എ ആൻഡ് ബി. ടൈം സ്റ്റഡി ഈസ് ഡൺ ബൈ മീൻസ് ഓഫ് സ്റ്റോപ്പ് വാച്ച് ആൻഡ് ടൈം സ്റ്റഡി ഷീറ്റ്. കാരണം നമ്മൾ ടൈം സ്റ്റഡിയുടെ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയാണ്, നമുക്ക് അതിൽ ടൈം നോക്കേണ്ടതുണ്ട്, സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോ ജോബും എത്ര ടൈമിനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ടൈം സ്റ്റഡി ഷീറ്റും കൂടെ ഇൻവോൾവ് ആക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഈക്വൽ ടു, സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ടൈം പ്ലസ് അലവൻസും കൂടെ കുറയും. ഇപ്പോൾ ഒരു വർക്കറിന്റെ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന നോർമൽ ടൈം പ്ലസ് നമ്മൾ റെസ്റ്റ് അലവൻസ് കൊടുക്കാറുണ്ട്. ആ റെസ്റ്റ് അലവൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ടോയ്ലറ്റിൽ പോകുന്നതോ അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുന്നതോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു അലവൻസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടൈം ഓഫ് വർക്കർ എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ ടൈം പ്ലസ് അലവൻസ് ആയിരിക്കും. അലവൻസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം പറയുന്നത്. സിമോ ചാർട്ട് നേരത്തെ നമ്മൾ പഠിച്ച ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് ദി സെപ്പറബിൾ സ്റ്റെപ്സ് ഓഫ് ഈച്ച് പെർട്ടിനന്റ് ബോഡി മെമ്പർ ഓഫ് ദി ഇൻഡിവിജ്വൽ, ഇതാണ് സിമോ ചാർട്ട്. സ്കെച്ച് ഓഫ് ബാക്കി ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റാർട്ട്, യൂട്ടിലൈസ്, അനലൈസ് ദ വർക്ക് ഓഫ് വൺ ഓപ്പറേറ്റർ ആൻഡ് വൺ മെഷീൻ ഇൻ വൺ ലൊക്കേഷൻ. ഒരിക്കലും അങ്ങനെയല്ല. സ്കെച്ച് ഓഫ് ദി പാർട്ട് ഓഫ് ദി പ്ലാൻ കണക്റ്റഡ് വിത്ത് ഒരിക്കലും. അപ്പോൾ സിമോ ചാർട്ട് എന്ന് പറയുന്നത് ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഓഫ് ദി സെപ്പറബിൾ സ്റ്റെപ്സ് ഓഫ് ഈച്ച് പെർട്ടിനന്റ് ബോഡി മെമ്പർ ഓഫ് ദി ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് വളരെ എളുപ്പമാണ്. മാച്ച് ലിസ്റ്റ് 1 and 2 നമുക്കറിയാം, നമുക്ക് ഈ സിമ്പിൾ എല്ലാം അറിയാം. ഇതുമായിട്ട് മാച്ച് ചെയ്യിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് നോക്കാം. ഈസി. എ മാൻ ഈസ് ഡൂയിങ് സം പ്രൊഡക്റ്റീവ് വർക്ക്, അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇത് തന്നെയാണ് അതിൻ്റെ എ എന്ന് പറയുന്നത്, ഇത് തന്നെ ഓപ്പറേഷൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇത് സർക്കിളാണ്. നെക്സ്റ്റ്, a load is moving from one place to another. ബി ആൻസർ ഇത് തന്നെ, ട്രാൻസ്പോർട്ടേഷനെ നമ്മൾ കാണിക്കുന്ന സിമ്പിൾ ആരോ സിമ്പിൾ. നെക്സ്റ്റ്, എ ഹാൻഡ് ഈസ് നോട്ട് അക്കംപ്ലിഷിങ് എനിത്തിങ് ആൻഡ് ഈസ് വെയിറ്റിംഗ്. ഒന്നും ചെയ്യുന്നില്ല, ഒരു വർക്കും ചെയ്യുന്നില്ല, ഇറ്റ്സ് വെയിറ്റിംഗ്. അപ്പോൾ നമ്മൾ അതിനെന്താ പറയുന്നത്? ഡിലേ എന്ന് പറയാം. അപ്പോൾ സി ഡിലേ ആണ്. ഡിലേ നമ്മൾ ഡി പോലെ തന്നെയുള്ള സിമ്പിളാണ്. അപ്പോൾ സിയുടെ ആൻസർ 4 ആണ്. അപ്പം A1 B2 C4 ആ ഒരു ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും, സമയം കളയണ്ട. ആദ്യത്തെ നോക്കി, രണ്ടാമത്തെ നോക്കി, മൂന്നാമത്തേൽ എത്തിയപ്പോഴാണ് നമുക്ക്
ആൻസർ നമുക്ക് എഴുതാൻ പറ്റിയത്. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് നോക്കാം. ഷോർട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ടേജ് വരുന്നത് ഡി എന്ന് പറയുന്നത് ഷോർട്ടേജ് അല്ലെങ്കിൽ സ്റ്റോറേജിന് എനിക്കൊന്ന് സ്റ്റോറേജ് ആണ് സോറി ഷോർട്ടേജ് അല്ല സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ. ഹാൻഡ് ഈസ് ഹോൾഡിങ് ആൻ ഒബ്ജക്റ്റ്. നമ്മൾ ഹോൾഡിങ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡിലേ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹോൾഡിങ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇൻസ്പെക്ഷൻ എന്നുള്ള സിമ്പിളാണ് കൊടുക്കുന്നത്. നമ്മൾ വേറെ സ്റ്റഡിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിലേഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഹാൻഡ് ഈസ് ഹോൾഡിങ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ ആണ് ഇവിടെ. അപ്പോൾ ആൻസർ ഈസ് ബി ആണ്. സിമ്പിളാണ്. സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള സിമ്പിൾസ് ആണ്. 21. Average time recorded by work study man for an operation is called. Average time recorded by a work study man for an operation is called representative time. Average time. Average time representative time. Normal time standard time alla is called representative time. 22. Time taken by a trained worker to perform an operation while working at a steady pace. സ്റ്റഡി പേസിൽ ട്രെയിൻഡ് വർക്ക് ചെയ്യുന്ന ആ ടൈം ടേക്കനെ നമ്മൾ എന്തോ പറയും? നമ്മൾ പറയും അതിനെന്താണ് പറയുക? സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്. അലവൻസ് ആഡഡ് ടു നോർമൽ ടൈം ഓഫ് എ ഗിവൺ വർക്ക് എലമെന്റ് ടു ഗെറ്റ് എലമെന്റൽ സ്റ്റാൻഡേർഡ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് നോർമൽ ടൈം പ്ലസ് അലവൻസ് ആണ്. അപ്പോൾ അവിടെ എന്ത് അലവൻസ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നാണ്. ഒരു വർക്കറിന് കൊടുക്കുന്ന അലവൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു റിലാക്സേഷൻ അലവൻസ് അല്ലെങ്കിൽ റെസ്റ്റ് അലവൻസ്. റിലാക്സേഷൻ അലവൻസ് അല്ലെങ്കിൽ റെസ്റ്റ് അലവൻസ് ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. ടൂൾ അലവൻസ് റിജക്ട് അലവൻസ് ഒന്നും നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ടൈമിൽ നമ്മൾ കൂട്ടത്തില്ല. നമ്മൾ മീൻസ് നോർമൽ ടൈമിൽ കൂട്ടത്തില്ല. നോർമൽ ടൈമിൽ കൂട്ടി അത് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം ആക്കുമ്പോൾ ആകെ ഒരേ ഒരു അലവൻസ് ആണ് എടുക്കുന്നത്, റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ റെസ്റ്റ് ടൈം, റെസ്റ്റ് അലവൻസ്. അപ്പോൾ അത് ആലോചിക്കുക. ചിലതിൽ റിലാക്സേഷൻ അലവൻസ് എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ചിലതിൽ റെസ്റ്റ് അലവൻസ് എന്നായിരിക്കും പറയുന്നത്. 24. Time study is appraisal in terms of time for the value of work involving human effort. Method of fixing hours, time taken by operation to small hour. Appraisal in terms of the time of the value of work involving human effort. Time study A ആണ് answer. 24 ആണ് answer A. Time study is carried out by breaking up each operation into small elements which can be measured accurately. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ഓപ്പറേഷനും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾസ് തന്നെ യൂസ് ചെയ്യുന്നത്. ഓപ്പറേഷൻ ആണോ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ആണോ, ഇൻസ്പെക്ഷൻ ആണോ, അവിടെ ഒരു ഡിലേ ഉണ്ടോ, അപ്പോൾ ഇതെല്ലാം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ ചെറിയ ചെറിയ ഓപ്പറേഷൻ എലമെന്റ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ മെഷർ ചെയ്ത് നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ടൈം സ്റ്റഡി ഈസ് യൂസ്ഡ് ടു provide a basics for setting piece price or incentive wages, determine standard cost, determine the number of machines a person may run, compare alternative method, all of this. ഇതിനെല്ലാത്തിനും വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടൈം സ്റ്റഡി ചെയ്യുന്നത്. ഇതെല്ലാം ഉണ്ട്. നമ്മൾ ഒരു കറക്റ്റ് ഇൻസെൻറ്റീവ് പ്രൈസ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് വേജ് അല്ലെങ്കിൽ ബോണസ് ഫിക്സ് ചെയ്യാൻ, ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ, ഒരു പേഴ്സൺ എത്ര മെഷീൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് മെഷീൻസ് എ പേഴ്സൺ മേ റൺ, ഒരു എത്ര മെഷീൻ റൺ ചെയ്യാൻ പറ്റും, വേറൊരു നല്ലൊരു ഈസി ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ടോ, നമുക്ക് ടൈം കുറയ്ക്കാൻ പറ്റുമോ, ഇതെല്ലാം അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുമോ, ഇതെല്ലാമാണ് ടൈം സ്റ്റഡി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. സ്റ്റഡി യൂസ്ഡ് ടു ഫൈൻഡ് എ സിംപ്ലർ, ഈസിയർ ആൻഡ് ബെറ്റർ വേ ഓഫ് പെർഫോമിങ് എ ജോബ് ഈസ് കാൾഡ്. സ്റ്റഡി യൂസ്ഡ് ടു ഫൈൻഡ് എ സിംപ്ലർ, ഈസിയർ ആൻഡ് ബെറ്റർ വേ ഓഫ് പെർഫോം. ഒരു ജോബ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി നമ്മൾ മോഷൻ സ്റ്റഡിക്കകത്ത് തന്നെ ടൈം സ്റ്റഡി വരും. ഒരു ജോബ് ചെയ്യുന്ന കാര്യം നമ്മൾ മൊത്തം ഒരു ജോബ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്, ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ചെയ്യുന്ന വർക്കർക്ക് ക്ഷീണം ഇല്ലെങ്കിൽ, അല്ലാതെ ഫറ്റീഗ് ഒന്നും വരാതെ, അപകടങ്ങളൊന്നും വരാതെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോബ്, അല്ലെങ്കിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡിയാണ് നമ്മൾ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ടർബുലൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ വർക്കർ ജോലി ചെയ്യുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിൽ അനലൈസ് ചെയ്ത് നമ്മൾ അതിനെ കൂടുതൽ ബെറ്റർ ഇതിലേക്ക് മാറ്റുന്നു. ഇതെല്ലാം മോഷൻ സ്റ്റഡിയിൽ വരും.
Motion study is used for, next question, motion study is used for improving a work method by locating deficiencies, improving a work method by adjusting the pattern of interrelationship, designing a work method by logic and analysis and synthesis. All of this ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നു, മോഷൻ സ്റ്റഡി യൂസ് ചെയ്യുന്നു. 29. Analysis of man work method by using a motion picture camera with a timing device in the field of view is called, നമ്മൾ സിമോ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന മൈക്രോ മോഷൻ സ്റ്റഡിയാണ്. ഞാൻ പറഞ്ഞ പിക്ചർ ക്യാമറ വെച്ച് ഒരു ടൈമിംഗ് ഡിവൈസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചായിരുന്നു, കഴിഞ്ഞ വീഡിയോയിലായാലും ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യുന്ന ആ ഒരു സ്റ്റഡി നമ്മൾ മൈക്രോ മോഷൻ സ്റ്റഡി എന്ന് പറയും. Analysis of man work method by using a motion picture camera with a timing device in the field of view. കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ടൈമിംഗ് ഡിവൈസും വെച്ച് നമ്മൾ ആ വർക്കർ ചെയ്യുന്ന ജോലിയെ റെക്കോർഡ് ചെയ്ത് നമ്മൾ അതിനെ അനാലിസിസ് ചെയ്യുന്നു, പഠിക്കുന്നു. അതിന് മൈക്രോ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഡി യൂസ് ടു ഡിറ്റർമിൻ ദ മോസ്റ്റ് എക്കണോമിക്കൽ ആൻഡ് എഫക്റ്റീവ് and of performing a job, and also time required by trained employee working at a normal pace to perform the job. അവിടെ നമ്മൾ ജോബ് പെർഫോമൻസ് മാത്രം നോക്കുകയാണെങ്കിൽ അത് മോഷൻ സ്റ്റഡിയാണ്. ഇവിടെ ടൈമിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് എക്കണോമിക്കൽ ആൻഡ് എഫക്റ്റീവ് ആൻഡ് ഓഫ് പെർഫോമിങ് എ ജോബ് ആൻഡ് ഓൾസോ എ ടൈം റിക്വയർഡ് ബൈ ട്രെയിൻഡ് എംപ്ലോയി. അപ്പോൾ ടൈം കൊണ്ട് അയാൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ അനാലിസ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് സ്റ്റഡിയാണ് നമ്മൾ മോഷൻ ആൻഡ് ടൈം സ്റ്റഡി. നമ്മൾ ഇതിൻ്റെ നേരത്തെ നോക്കി യൂസ് ടു ഫൈൻഡ് എ സിംപ്ലർ, ഈസിയർ ആൻഡ് ബെറ്റർ വേ ഓഫ് പെർഫോമിങ് എ ജോബ്. അത് മോഷൻ സ്റ്റഡിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് സ്റ്റഡി ടു ഡിറ്റർമിൻ ദ മോസ്റ്റ് എക്കണോമിക്കൽ എഫക്റ്റീവ് വേ ഓഫ് പെർഫോമിങ് എ ജോബ് ആൻഡ് ഓൾസോ എ ടൈം റിക്വയർഡ്. ടൈം കൂടെ നമ്മൾ ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മൾ എന്തുണ്ട്, മോഷൻ ആൻഡ് ടൈം സ്റ്റഡി. Then, micro motion study is used to help in ending out the most efficient way of doing work, help in collecting the motion time data for synthetic time standards, train the individual operator regarding the motion economy principle, all of this. Micro motion study is used to help in ending out the most efficient way of doing work. ആൻസർ കൊടുത്തിരിക്കുന്ന ഓൾ ഓഫ് ദീസ് ആണ്. പക്ഷെ എനിക്ക് ഈ ഒരു സെൻറ്റൻസിൽ ഡൗട്ട് ഉണ്ട്. ഹെൽപ്പിംഗ് എൻഡിങ് ഔട്ട് ദി മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ഓഫ് ഡൂയിങ് വർക്ക്. അതിനെ എൻഡ് ചെയ്യിക്കാനല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അതിലൊരു ഡൗട്ട് ഉണ്ട്. ബാക്കി എന്താണ്, ഹെൽപ്പ് ഇൻ കളക്ടിങ് ദ മോഷൻ ടൈം ഡാറ്റ ഫോർ സിന്തറ്റിക് ടൈം സ്റ്റാൻഡേർഡ്സ്, ട്രെയിൻ ദ ഇൻഡിവിജ്വൽ ഓപ്പറേറ്റർ റിഗാർഡിങ് ദ മോഷൻ എക്കണോമി പ്രിൻസിപ്പിൾ, ഇതെല്ലാം കറക്റ്റാണ് മൈക്രോ മോഷൻ സ്റ്റഡിയിൽ. ആദ്യത്തെ ഒരു എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഹെൽപ്പിംഗ് എൻഡിങ് ഔട്ട് ദി മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ ഓഫ് ഡൂയിങ് വർക്ക്. Okay, 32. Study of the systematic investigation of the existing methods of doing a job in order to develop and install EC. നമ്മൾ ജോബിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ എന്താണ് ജോബ്, എങ്ങനെ, അതാണ് ചോദിക്കുന്നത്. ഇത് ജോബിൻ്റെ മാത്രമാണ്. ജോബ് ഇൻ ഓർഡർ ടു ഡെവലപ്പ് ആൻഡ് ഇൻസ്റ്റാൾ ഇൻ ഈസി റാപ്പിഡ് ഫോർ ഡൂയിങ് ദ സെയിം ജോബ് അറ്റ് ലോ കോസ്റ്റ്. മെത്തേഡ് സ്റ്റഡി മൊത്തത്തിൽ വരും. മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത് കംപ്ലീറ്റ് വരും. മെത്തേഡ് സ്റ്റഡിക്കകത്താണ് നമുക്ക് അറിയാം. സിസ്റ്റമാറ്റിക് ആൻസർ മെത്തേഡ് സ്റ്റഡിയാണ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് വർക്ക് മെഷർമെന്റ്. സ്റ്റഡി ഒരു സൈഡിലും നമുക്ക് ഗ്രൂപ്പ് നോക്കാൻ അറിയാം. സ്റ്റഡി വേറെ, മെഷർമെന്റ് വേറെയാണ്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് വർക്ക് മെഷർമെന്റ് എന്തുകൊണ്ടാണ് നമ്മൾ വർക്ക് മെഷർമെന്റ് ചെയ്യുന്നത്? പ്ലാൻ ആൻഡ് ഷെഡ്യൂൾ ഓഫ് ദി പ്രൊഡക്ഷൻ, ഫോർമുലേറ്റ് എ പ്രോപ്പർ ഇൻസെന്റീവ് സ്കീം, എസ്റ്റിമേറ്റ് ദി സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഡെലിവറി ഡേറ്റ്, ഓൾ ഓഫ് ദീസ്, ഇതെല്ലാത്തിനും നമ്മൾ വർക്ക് മെഷർമെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. മോഷൻ സ്റ്റഡി ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഓപ്പറേറ്റർ, ലേഔട്ട് ഓഫ് വർക്ക് പ്ലേസ്, ടൂളിംഗ്, ഓൾ ഓഫ് ദീസ്. Expediting function consists in keeping a watch on flow of material and in case of trouble locate source of trouble, minimizing the delay, making the efficient dispatching operators activity. Expediting function consists in keeping a watch on flow of material and in case of trouble locate source of trouble. നമ്മൾ expediting function എന്ന് പറയുന്നത് നമ്മൾ ഈ മെത്തേഡ് സ്റ്റഡിയിൽ
അതിൽ എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്? ഡിലേ ആണ് നമ്മൾ നോക്കുന്നത്. ഡിലേ നോക്കുന്നുണ്ട്, എഫിഷ്യൻറ്റ് ഡിസ്പാച്ചിങ് നടക്കുന്നുണ്ടോ, ഓപ്പറേറ്ററിൻ്റെ ആക്ടിവിറ്റി. കൂടുതൽ നമുക്ക് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആണ്. ഫ്ലോ ഓഫ് മെറ്റീരിയൽ അതായത് എവിടെയെങ്കിലും ഒരു ബോട്ടിൽ നെക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിലേ വരികയാണെങ്കിൽ നമ്മൾ ആ ട്രബിൾ ലൊക്കേറ്റ് ചെയ്യാം. അതാണ് എക്സ്പെഡിറ്റിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അല്ലാതെ ഡിലേ മിനിമൈസ് ചെയ്യുന്നതല്ല. എക്സ്പെഡിറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. മെറ്റീരിയൽ ഫ്ലോയിന് എന്തെങ്കിലും ട്രബിൾ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ടാണെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് ട്രബിൾ എവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് നോക്കുന്നതാണ് എക്സ്പെഡിറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് മെത്തേഡ് സ്റ്റഡിയിലുള്ള ഒരു ടേം ആണ്. Objective of time study is to determine the time taken by ടൈം. നമ്മൾ സ്റ്റഡിയിൽ നമ്മൾ ഏറ്റവും എക്സ്പേർട്ട് വർക്കറിൻ്റെ അല്ലെങ്കിൽ പുതിയ എംപ്ലോയിയുടെ ഒന്നുമല്ല, ഒരു ആവറേജ് വർക്കറിൻ്റെ എന്താ നോക്കുന്നത്, ഒരു ടൈമാണ് നമ്മൾ നോക്കുന്നത്. വെൽ ട്രെയിൻഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ ട്രെയിൻഡ് ആണ്, ബട്ട് ട്രെയിൻഡ് ആവറേജ് വർക്കർ. എക്സ്പേർട്ടിനാണെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റില്ല, കാരണം എക്സ്പേർട്ടിനെടുത്ത് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു പ്ലാന്റിലുള്ള എല്ലാവരും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താണ്, അത് ആർക്കും ബോണസ് കിട്ടത്തുമില്ല. അങ്ങനെ നമുക്ക് ആ 1-2 എക്സ്പേർട്ട് വർക്കർ ചെയ്യണം. അപ്പം അങ്ങനെയല്ല, ആവറേജ് ഒരു വർക്കറിനെ ടൈം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടൈം ഫിക്സ് ചെയ്യുന്നത്. അയാളുടെ ടൈം സ്റ്റഡി വെച്ചിട്ടാണ് നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്യുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ടൈം സ്റ്റഡിയിൽ നമ്മൾ ബാക്കി അതിനനുസരിച്ച് ആ ഒരു ടൈം വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻസെൻറ്റീവും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വർക്കറിൻ്റെ ടൈം എടുത്തിട്ടായിരിക്കില്ല നമ്മൾ ടൈം സ്റ്റഡി ചെയ്യുന്നത്. അത് ഒരിക്കലും എന്താണ് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. കാരണം ബാക്കി അത് ആ ഒരു പ്ലാന്റിൽ ചിലപ്പോൾ ഒരാളെ കാണും അല്ലെങ്കിൽ 2 പേരെ കാണും. അതിലേക്ക് അത് നമ്മൾ എടുത്തുകൊണ്ട് ബാക്കി എല്ലാവരെയും ഒരിക്കലും ആ ഇൻസെൻറ്റീവ് പ്ലാന് സക്സസ് ആവത്തില്ല. Work measurement is done by means of planning chart, process chart, stopwatch. None of this work measurement ആണ്. മെഷർമെന്റ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് വാച്ചിനാണ്. The main objective of the work measurement is to, നേരത്തെ ചോദിച്ചായിരുന്നു, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. Performance rating is equal to performance rating observed performance plus normal performance, observed performance minus normal performance, then observed performance into normal performance. None of this. Performance rating നമ്മളായിരിക്കും മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയും. അത് നമ്മൾ ജോബ് ഇവാലുവേഷനിൽ വരുന്ന റാങ്കിങ് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, പല ടൈപ്പ് മെത്തേഡ് ഉണ്ട്. ആ പെർഫോമൻസ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒബ്സർവ്ഡ് പെർഫോമൻസ് പ്ലസ് നോർമൽ പെർഫോമൻസ് അതുപോലെ അല്ല ചെയ്യുന്നത്. അത് ചെയ്യുന്നത് പെർഫോമൻസ് റേറ്റിങ്ങിന് പെർഫോമൻസ് റേറ്റിംഗ് നമ്മൾ പറയുന്നത് ഒരു പെർഫോമൻസ് ഇൻഡെക്സിൻ്റെ ഇതിലോ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ 120% എന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പെർഫോമൻസ് റേറ്റിംഗ് പറയുന്നത്. ഒരിക്കലും നമുക്കിത് നമുക്ക് നോർമൽ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല. പെർഫോമൻസ് റേറ്റിംഗ് നമ്മൾ എഫിഷ്യൻസി ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് എന്നാണ് പറയുന്നത്. പെർഫോമൻസ് റേറ്റിംഗ് ഒരിക്കലും ഒബ്സർവ്ഡ് പെർഫോമൻസ് പ്ലസ് നോർമൽ പെർഫോമൻസ് അല്ല. കറക്റ്റ് പറയുകയാണെങ്കിൽ പെർസെൻറ്റേജിലായിരിക്കും നമ്മളിത് പറയുന്നത്. പെർഫോമൻസ് റേറ്റിംഗ് ആദ്യം ആലോചിക്കുക, എപ്പോഴും പെർഫോമൻസ് റേറ്റിംഗ് പെർസെൻറ്റേജ് ടേംസിലായിരിക്കും. അതായത് പെർഫോമൻസ് റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് പെർഫോമൻസ് ഡിവൈഡഡ് ബൈ നോർമൽ പെർഫോമൻസ് ഇൻറ്റു 100 ആണ് പെർഫോമൻസ് റേറ്റിംഗ് എന്ന്. ഒരിക്കലും ഒബ്സർവ്ഡ് പെർഫോമൻസ് പ്ലസ് നോർമലോ അല്ലെങ്കിൽ മൈനസോ മൾട്ടിപ്ലിക്കേഷനോ അല്ല. പെർഫോമൻസ് റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് പെർഫോമൻസ് ഡിവൈഡഡ് ബൈ നോർമൽ പെർഫോമൻസ് ഇൻറ്റു 100. ഇതാണ് ഒരു പെർഫോമൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, so rating of a workers gives the comparison of rating of working observed with respect to the standard level, which is the average rate of a qualified worker. അപ്പോൾ നമ്മൾ നോർമൽ പെർഫോമൻസ് ഉണ്ട്, ഒബ്സർവ്ഡ് പെർഫോമൻസ്. നോർമൽ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് ഒരു വർക്കറിന്റെ പെർഫോമൻസ് ആയിരിക്കും നോർമൽ പെർഫോമൻസ് ആയിട്ട് ഇരിക്കുന്നത്. ഒബ്സർവ്ഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആളുടെ പെർഫോമൻസ്. ഇപ്പോൾ ഞാൻ ഒരു വർക്കറാണ്, എൻ്റെ പെർഫോമൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന പെർഫോമൻസ്, അതാണ് ഇപ്പോൾ ഒബ്സർവ്ഡ് പെർഫോമൻസ്. ഞാൻ ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഒബ്സർവ്ഡ് പെർഫോമൻസ്. അത് നോട്ട് ചെയ്ത് വെക്കുന്നു. ഡിവൈഡഡ് ബൈ ആ കമ്പനിയിൽ ബാക്കിയുള്ള വർക്കറിനെല്ലാം വെച്ചിട്ട് ഒരു ടൈം സ്റ്റഡി നടത്തി ഒരു ആവറേജ് വർക്കറിൻ്റെ എന്തുണ്ട് എന്താണ്
പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നോർമൽ പെർഫോമൻസ്. അപ്പോൾ എൻ്റെ പെർഫോമൻസ് ഡിവൈഡഡ് ബൈ നോർമൽ പെർഫോമൻസ് ഇൻറ്റു 100 ആയിരിക്കും എൻ്റെ പെർഫോമൻസ് റേറ്റിംഗ് എന്ന് പറയും. മനസ്സിലായല്ലോ? ഒരിക്കലും നോർമൽ പെർഫോമൻസിനെ ആഡ് ചെയ്യോ മൈനസോ മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഡിവൈഡ് ചെയ്യും. അതായത് എഫിഷ്യൻസി നമ്മൾ നോക്കില്ലേ, അതുപോലെയാണ് പെർഫോമൻസ് റേറ്റിംഗ്. പെർഫോമൻസ് റേറ്റിംഗ് ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് പെർഫോമൻസ് ഡിവൈഡഡ് ബൈ നോർമൽ പെർഫോമൻസ് ഇൻറ്റു 100. അവിടെ നോർമൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ആവറേജ് വർക്കറിന്റെ പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, the question. The purpose of micromotion study is to, നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെയാണ്, train the individual operator, എല്ലാം micro help in collecting the motion time data, train the individual operator regarding the motion economic principle, assist in finding out the most efficient way, എല്ലാം, all of this. PMTS, predetermined motion time system include എന്തൊക്കെയാണ് predetermined motion time, PMTS എന്ന് പറയുന്നത് അബ്രിവേഷൻ ആണ്, predetermined motion time. ഓക്കെ, ഇതിൽ എന്തൊക്കെ വരും എന്നാണ് പറയുന്നത്. ഇതിൽ എല്ലാ സിസ്റ്റവും വരും. അതായത് മെത്തേഡ് ടൈം മെഷർമെന്റ് വരും, വർക്ക് ഫാക്ടർ ഇത് വരും, BMTS ബേസിക് മോഷൻ ടൈം സ്റ്റഡി, ഓൾ ഓഫ് ദി ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. പ്രീഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം നമ്മൾ തെർബിലിങ്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ്. ടൈം എസ്റ്റാബ്ലിഷ് ഫോർ ഹ്യൂമൻ മോഷൻ ഈസ് യൂസ് ടു ബിൽഡ് അപ്പ് ദി ടൈം ഫോർ എ ജോബ് ടു ഡിഫൈൻ ദി ലെവൽ. ഇൻ ദി സിസ്റ്റം operation under study are divided into basic motion or turbulence. Then the timing for these basic motions are individually computed and added for getting the basic operation time. Basic നമ്മൾ turbulence ചെയ്യുന്ന ആ ഒരു അതേ മെത്തേഡ് തന്നെയാണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രീഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ സംഭവവും വരുന്നുണ്ട്. നമ്മൾ ഇതിൽ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന മെത്തേഡ് ടൈം മെഷർമെന്റ് വരുന്നുണ്ട്, വർക്ക് ഫാക്ടർ സിസ്റ്റം വരുന്നുണ്ട്, ബേസിക് മോഷൻ ടൈം സ്റ്റഡിയും വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ MTM മെത്തേഡ് ടൈം മെഷർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊസീജിയർ വിച്ച് അനാലിസിസ് എനി മാനുവൽ ഓപ്പറേഷൻ ഓർ മെത്തേഡ് ഇൻ ടു എ ബേസിക് മോഷൻ റിക്വയർഡ് ടു പെർഫോം ഇറ്റ് ആൻഡ് അസൈൻസ് ടു ഈച്ച് മോഷൻ എ പ്രീഡിറ്റർമിൻഡ് ടൈം സ്റ്റാൻഡേർഡ് വിച്ച് ഇസ് ഡിറ്റർമിൻഡ് ബൈ എ നാച്ചർ ഓഫ് മോഷൻ. നമ്മൾ മെത്തേഡ് ടൈം മെഷർമെന്റ് പോയിട്ട് നമ്മളിപ്പോൾ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മാനുവൽ ഓപ്പറേഷന് നമ്മൾ ബേസിക് മോഷൻ സ്റ്റഡി ചെയ്യുകയാണ്. അത് പെർഫോം അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ബേസിക് മോഷൻസ് ഇത് കാണാം. അത് നമ്മൾ നേരത്തെ പ്രീഡിറ്റർമിൻ ചെയ്ത് വെച്ചേക്കുന്ന ടൈം സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ എന്തെങ്കിലും കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആ മെഷർമെന്റ് എടുക്കുന്നു. അതാണ് മെത്തേഡ് ടൈം മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രീഡിറ്റർമിൻഡ് മോഷൻ ടൈം സിസ്റ്റത്തിന്റെ കീഴിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ ഒരെണ്ണം പ്രീഡിറ്റർമിൻ ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് സാധനം വെച്ചിട്ടുണ്ടായിരിക്കും. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ വാല്യൂസ് എടുക്കും. അതാണ് PMTS, MTM, WFS, PMTS. PMTSന്റെ കീഴിൽ വരുന്ന പല മെത്തേഡ് തന്നെയാണ് ഈ ബാക്കി മൂന്നെണ്ണം. അപ്പം അങ്ങനെ നോക്കി വെച്ചാൽ ഈ PMTSന്റെ കീഴിലെന്ന് വെച്ചാൽ PMTS എന്ന് പറയുന്ന പ്രീഡിറ്റർമിൻഡ് മോഷൻ ടൈം, ഇത് നമ്മൾ പറയുന്ന മൂന്നെണ്ണവും പ്രീഡിറ്റർമിൻഡ് മോഷൻ ടൈം ആണ്. എല്ലാം ഓരോന്നും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്ത് വെച്ചേക്കും. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ എടുക്കുന്നത്. MTM is used to develop effective method in improve existing method, estimate cost എന്ന് പറയുന്നത്. നമ്മൾ തെർബിലിങ്സ് ചെയ്യുന്ന ആ മെത്തേഡിന്റെ തന്നെയാണ് നമ്മൾ പറയുന്നത് മെത്തേഡ് ടൈം മെഷർമെന്റ്. നമ്മൾ മെത്തേഡ് സ്റ്റഡിന്നോ ടൈം സ്റ്റഡിന്നോ വർക്ക് സ്റ്റഡി എന്നൊക്കെ പറയുന്ന പോലെ മെത്തേഡ് ടൈം മെഷർമെന്റ് നമ്മൾ പുതിയ ഒരു എക്സിസ്റ്റിംഗ് മെത്തേഡിനെ മാറ്റി പുതിയ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടി ഒരു പുതിയ ടൈം സ്റ്റാൻഡേർഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കിനെയാണ് നമ്മൾ ആ സ്റ്റഡിയാണ് നമ്മൾ MTM എന്ന് പറയുന്നത്, മെഷർമെന്റ് സ്റ്റഡി. Job evaluation is the method of determining the relative values of a job, workers' performance on job, worth of the machine, value of overall production. It's a relative values of a job evaluation. ഒരാളുടെ job evaluation എന്ന് പറയുന്നത് it's a relative values of a job. Elapsed time. Elapsed time എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് ഓഫ് എ ടൈം സ്റ്റഡി. ഇതാണ് elapsed ടൈം എന്ന് പറയുന്നത്. കേട്ടിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. elapsed ടൈം ടോട്ടൽ ടൈം ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ് ഓഫ് എ ടൈം സ്റ്റഡി. 45. The primary
object of dash is to develop the most practical, economic and effective method of work. എന്താണ് method study? A process chart is the representation of process chart, a flow process chart. ഞാൻ പറഞ്ഞു ഒരു sequence of events അല്ലെങ്കിൽ sequence of operation നോക്കിയാൽ മതി. most important stage അല്ല, finished product അല്ല, the sequence of event in the method of work. sequence അല്ലെങ്കിൽ ഒരു ഓർഡറിൽ വരുന്നതിനെയാണ് നമ്മൾ ഫ്ലോ പ്രോസസ് ചാർട്ട് അല്ലെങ്കിൽ പ്രോസസ് ചാർട്ട് എന്ന് പറയുന്നത്. ആ ഒരു സീക്വൻസ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഇവന്റ് ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. Some of the important elements related to the design of workplaces are. Some of the important elements related to the design of workplaces. ഒരു വർക്ക് പ്ലേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ന്യൂ മെത്തേഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഓപ്പറേഷൻ ചാർട്ട്, ഫ്ലോ പ്രോസസ്, ഫ്ലോ ചാർട്ട്, സ്ട്രിംഗ് ഡയഗ്രാം ഇതൊന്നുമല്ല. നമുക്ക് ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം വേണ്ടത് പ്രോപ്പർ ഇലുമിനേഷൻ ആൻഡ് നോയ്സ് റിഡക്ഷൻ ഉണ്ടായ സ്ഥലമായിരിക്കണം. പ്രോപ്പർ ഇലുമിനേഷൻ, നല്ല വെട്ടവും വെളിച്ചവും വേണം, അവിടെ ആയിരിക്കണം. അതായിരിക്കണം പ്രൈം എലമെന്റ് എന്ന് പറയുന്നത്. ഒരു വർക്ക് പ്ലേസ് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രൈം എലമെന്റ് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എവിടെ വർക്ക് സ്റ്റേഷൻ വയ്ക്കണമെന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് സ്റ്റോറേജ് വയ്ക്കണം ബാക്കി കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് എലമെന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ഇലുമിനേഷൻ ആൻഡ് noise. Next, the principle in which men and materials have to move the minimum required distance between operation is called. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടൈം സ്റ്റഡിക്ക് ശേഷമാണ്, ടൈം സ്റ്റഡി നോക്കിയതിന് ശേഷമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇപ്പം ആൾക്കാർ അല്ലെങ്കിൽ മെറ്റീരിയൽ ഇത് രണ്ടെണ്ണം മൂവ് ചെയ്ത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം ഡിസ്റ്റൻസിലായിരിക്കണം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇരുന്നുകൊണ്ടാണ് വർക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ കൈകളുടെ നമുക്ക് ദൂരം, ഞാൻ വർക്ക് ചെയ്യുന്ന സാധനങ്ങളുടെ ദൂരം ഏറ്റവും അടുത്തായിരിക്കണം. ഇപ്പം ഞാൻ അസംബ്ലി വർക്കാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് ഒരു പേന അസംബിൾ ചെയ്യാണ്. പേനയുടെ ബോഡി, ക്യാപ്പ്, റീഫില്ല് ഇതെനിക്ക് ചെയ്യണം. ഇത് മൂന്ന് ബോക്സിൽ കിടക്കുകയാണെങ്കിൽ ആ 3 ബോക്സും ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ ഏറ്റവും അടുത്തായിരിക്കും. അപ്പം മിനിമം ഡിസ്റ്റൻസിലാണെങ്കിൽ അത്രയും ടൈം നമുക്ക് കുറയും, പ്രൊഡക്ടിവിറ്റി കൂടും, എനിക്ക് കൂടുതൽ കൈകൾ കൂടുതൽ വലിച്ച് നീട്ടണ്ട. അപ്പം എനിക്ക് എൻ്റെ ഫിസിക്കലി ഉള്ള എനിക്ക് കംഫർട്ട് കുറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനൊരു പ്രിൻസിപ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണ് നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മിനിമം distance. Principle in which men and materials have to move the minimum required distance between operation is called principle of minimum distance. ഇത് പല ഗുണങ്ങളുണ്ട്. നമ്മൾ പറയുന്നത് വർക്കറിന്റെ ഫെറ്റീഗ്, വർക്കർക്ക് ഉണ്ടാകുന്ന ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം, ടൈം കുറയ്ക്കാം, പ്രൊഡക്ടിവിറ്റി കൂട്ടാം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഈ പ്രിൻസിപ്പിൾ ഓഫ് മിനിമം ഡിസ്റ്റൻസിൽ തന്നെ പറയുന്നൊരു എനിക്കിപ്പോൾ ഓർമ്മ വന്നാണ് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ അസംബ്ലി വർക്ക് ചെയ്യുന്നവരുടെ വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബെസ്റ്റ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ അസംബ്ലി വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ്, സോൾഡറിങ്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലോ, ഹാർഡ്വെയർ ഇൻ്റഗ്രേഷൻ, ഇതൊക്കെ ചെയ്യുന്നവരുടെയൊക്കെ വർക്ക് സ്റ്റേഷൻ, ഏറ്റവും ബെസ്റ്റ് വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് വർക്കറിന് സെമി സർക്കിൾ ആയിട്ടുള്ള ഒരു വർക്ക് സ്റ്റേഷൻ ആയിരിക്കും. റൗണ്ട് ആയിട്ടുള്ള വർക്ക് സ്റ്റേഷൻ, സെമി സർക്കിൾ ആയിട്ടുള്ള വർക്ക് സ്റ്റേഷൻ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വർക്ക് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പം മിനിമം ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സ്ട്രെയിറ്റ് ഒരു ടേബിളിനേക്കാളും വളഞ്ഞ സെമി സർക്കുലർ ആയിട്ട്, അതായത് വർക്കറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഒരു സെമി സർക്കുലർ ടേബിൾ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വർക്കിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു വർക്കർ, അസംബ്ലി വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ്. ഇതെല്ലാം പ്രിൻസിപ്പിൾ ഓഫ് മിനിമം ഡിസ്റ്റൻസിൽ നിന്നും നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത കാര്യങ്ങളാണ്. 50. The path and movement followed by men, materials and equipments in executing the activities is indicated by flow diagram. The path and movement followed by men, materials and equipments in executing the activities. Flow diagram. Flow diagram, different type of flow diagram. Man chart ഉണ്ടായിരുന്നു അല്ലേ?
അതുപോലെ തന്നെ മെൻ ഫ്ലോ ഡയഗ്രാം ഉണ്ടായിരുന്നു, മെറ്റീരിയൽ ഫ്ലോ ഡയഗ്രാം ഉണ്ടായിരുന്നു, എക്യുപ്മെന്റ് ഫ്ലോ ഡയഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമ്മളെല്ലാം പറയുന്നത് ഫ്ലോ ഡയഗ്രാം എന്നാണ്. ടൈം സ്റ്റാൻഡേർഡ് ആർ യൂസ്ഡ് ഫോർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കോസ്റ്റ് എസ്റ്റിമേറ്റിംഗ്, പെർഫോമൻസ് ഇൻസെൻറ്റീവ്, ഇതെല്ലാത്തിനും യൂസ് ചെയ്യുന്നുണ്ട്. വർക്ക് സ്റ്റഡി ഈസ് യൂസ്ഡ് ഇൻ, എവിടെ വേണോ നമുക്ക് വർക്ക് സ്റ്റഡി, ഞാൻ പറയാം അന്ന് നമ്മളെ തിയറി പഠിച്ചെന്ന സമയത്ത് ഞാൻ പറയാം വർക്ക് സ്റ്റഡി നമുക്ക് എവിടെ വേണോ യൂസ് ചെയ്യാം. ഇൻഡസ്ട്രിയിലോ ഹോസ്പിറ്റലിലോ ട്രാൻസ്പോർട്ടിലോ ഡിസൈനിലോ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എവിടെ വേണോ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് സ്റ്റഡി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ചാർട്ട് യൂസ്ഡ് ഇൻ വർക്ക് സ്റ്റഡി ഈസ്, വർക്ക് സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്ന ചാർട്ട് ഏതൊക്കെയാണ്? മാൻ മെഷീൻ ചാർട്ട്, ഫ്ലോ പ്രോസസ്, എല്ലാം നമ്മൾ പല നമ്മുടെ ഓപ്പറേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ഡാറ്റ അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് വർക്ക് സ്റ്റഡിയിൽ പലതരത്തിലുള്ള ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടൈം സ്റ്റഡി ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡിറ്റർമൈൻ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ജോബ് ബൈ ഫാസ്റ്റ്, സ്ലോ, ആവറേജ്, അപ്രന്റീസ്. എന്താണ് നമ്മൾ പറഞ്ഞതാണ്, ആവറേജ് വർക്കറിന്റെ ടൈമാണ് നമ്മൾ നോക്കുന്നത്. 55. ടൈം സ്റ്റാൻഡേർഡ് ഡെവലപ്ഡ് ബൈ ടൈം സ്റ്റഡി ക്യാൻ ബി യൂസ്ഡ് ഫോർ, എന്തിനൊക്കെ യൂസ് ചെയ്യാം? നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം, പ്ലാന്റ് ലേഔട്ട്, ബഡ്ജറ്ററി കൺട്രോൾ, എക്യുപ്മെന്റ് സെലക്ഷൻ, വേജ് ഇൻസെൻറ്റീവ്, ഇതിനെല്ലാത്തിനും നമുക്ക് ടൈം സ്റ്റാൻഡേർഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ അറേഞ്ച്മെന്റ് ഇൻ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഈ സിംപ്ലിഫിക്കേഷൻ ഇൻ എ മോഷൻ സ്റ്റഡി. ഓക്കെ, ഒരു മെത്തേഡ് സ്റ്റഡിയിൽ ഒരു അറേഞ്ച്മെന്റ് കുറെ അറേഞ്ച് ചെയ്യും. ഇതിൽ ഏറ്റവും എന്താണ് അറേഞ്ച്മെന്റ് ഇൻ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഈ സിംപ്ലിഫിക്കേഷൻ ഓഫ് മോഷൻ സ്റ്റഡി. അസംബ്ലി ചെയ്യുക, സ്റ്റോറേജ്, ഇൻസ്പെക്ഷൻ, ഡിസ്പാച്ച്. അസംബിൾ ചെയ്തിട്ട് സ്റ്റോറേജിൽ വെച്ചിട്ട് വീണ്ടും ഇൻസ്പെക്ട് ചെയ്തിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ സ്റ്റോറേജ്, ഇൻസ്പെക്ട് ചെയ്തിട്ട് അസംബിൾ ചെയ്തിട്ട് അതുപോലെ ഡിസ്പാച്ച് ചെയ്യുന്നു. ഒരിക്കലും അതുമല്ല, അസംബിൾ നമ്മൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് ചെയ്യാവും. അസംബിൾ ചെയ്യുന്നു, അസംബിൾ ചെയ്ത സാധനം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്ത് ഓക്കെ ആക്കിയാൽ നമ്മൾ അത് സ്റ്റോറേജിൽ കീപ്പ് ചെയ്യുന്നു, ഡിസ്പാച്ച് ചെയ്യുന്നു. ദിസ് ഈസ് ദി സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. അല്ല, ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു സാധനം അസംബിൾ ചെയ്താൽ ഇൻസ്പെക്ട് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്തിട്ട് സ്റ്റോറേജിൽ, അത് കഴിഞ്ഞിട്ടാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. ഒരിക്കലും ബാക്കി മൂന്ന് രീതിയെ അല്ല. ഫസ്റ്റ് കൺഫ്യൂഷൻ വരരുത്, അസംബിൾ ചെയ്തിട്ട് നമ്മൾ സ്റ്റോറേജിൽ വെച്ചിട്ടല്ല ഇൻസ്പെക്ട് ചെയ്യുന്നത്. എല്ലാ ഇൻസ്പെക്ഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റോറേജിൽ വയ്ക്കുന്നത്. പാക്ക് ചെയ്ത് ഫുൾ സ്റ്റോറേജിൽ വെച്ചിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ ഡിസ്പാച്ചിങ് വിടുന്നത്. Okay, the last question. The time taken by normal worker for a specific task or job working under moderate condition and including other elements such as fatigue, setting of tool job, repairing of tool and checking job, etc. is called standard time. Standard time. അത് പറഞ്ഞ കാര്യം തന്നെയാണ് സ്റ്റാൻഡേർഡ് ടൈം. ഇവിടെ അലവൻസും വരുന്നുണ്ട്, ഫെറ്റീഗ് അലവൻസ്, റെസ്റ്റ് അലവൻസും വരുന്നുണ്ട്, ടൂള്, റിപ്പയർ ഓഫ് ടൂള്, എല്ലാ അലവൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ ആ ടൈമിന് എന്ത് പറയും? സ്പീഡ് റേറ്റിംഗോ പെർഫോമൻസ് റേറ്റിംഗോ ഒന്നുമല്ല, വേറൊരു കാര്യമാണ്. നോർമൽ ടൈം അല്ല, നോർമൽ ടൈമിന്റെ കൂടെ ഈ പറയുന്ന അലവൻസ് എല്ലാം ചേരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സ്റ്റാൻഡേർഡ് ടൈം. ഈ അലവൻസ് ഒന്നും ഇല്ലെങ്കിൽ അത് വെറും നോർമൽ ടൈം. ടൈം ടേക്കുമ്പോൾ ഈ അലവൻസ് എല്ലാം കൂടെ നമ്മൾ ടൈമിന്റെ വർക്കിംഗ് ടൈം പ്ലസ് നമ്മുടെ ഈ അലവൻസ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് സ്റ്റാൻഡേർഡ് ടൈം വരുന്നത്.